നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദില്ലി പാക് എംബസിയിൽ നാടകീയ രംഗങ്ങൾ. പഹൽഗാം ആക്രമണത്തിൽ പങ്കില്ലെന്ന് പാകിസ്ഥാൻ ഗീർവാണമടിച്ച് തൊട്ടു പിന്നാലെ അത് പൊളിച്ചടുക്കുന്ന നീക്കം. ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ഓഫീസിലേക്ക് കേക്കുമായി ഒരു യുവാവെത്തി. ഇന്ത്യയുടെ വേദന കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന അധമക്കൂട്ടം. അതും ഇന്ത്യൻ മണ്ണിലിരുന്ന് അവന്മാർ പിണ്ടച്ചോറ് തിന്നുന്നു. രോഷം കൊണ്ട് ദില്ലിയിലെ പാക് എംബസി വളഞ്ഞിരിക്കുകയാണ് ജനങ്ങൾ. നിന്നെയൊക്കെ അതിനുള്ളിലിട്ട് കത്തിക്കുമെന്ന് മുദ്രാവാക്യം വിളികൾ ഉയർന്നു. നീയൊന്നും ജീവനോടെ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പോകില്ല എന്ന് പ്രദേശത്തേക്ക് തടിച്ചുകൂടിയവർ പൊട്ടിത്തെറിക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് 2 ദിവസത്തിന് ശേഷം അതിന്റെ അലയൊലികൾ, അതായത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധം പാടെ തകർന്നു നിൽക്കുന്ന സമയത്താണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലേക്ക് കേക്കുമായി ഒരാൾ എത്തിയത്. ഇതെന്തിനാണ് എന്ന ചോദ്യത്തിന് അയാൾ പ്രതികരിച്ചില്ല. മാധ്യമങ്ങൾ വളഞ്ഞപ്പോഴും ഒരു കൂസലുമില്ലാതെയാണ് ഇയാൾ കേക്കുമായി അകത്തേക്ക് പോയത്. വിസ റദ്ദാക്കുന്ന സാഹചര്യത്തിൽ സഹായം തേടി ഹൈക്കമ്മീഷനിലേക്ക് പാക് പൗരന്മാർ എത്തുന്നുണ്ട്. കേക്ക് എത്തിച്ചത് പാക് ഉദ്യോഗസ്ഥരുടെ ആഘോഷങ്ങൾക്കോ എന്ന ചോദ്യവും പ്രസക്തമാണ്. തുടർന്ന് ഓഫീസിനു മുന്നിൽ നാടകീയ സംഭവങ്ങളാണ് അരങ്ങേറിയത്. മാധ്യമങ്ങൾ കേക്കുമായി എത്തിയ ആളോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷേ അയാൾ കേക്ക് അകത്തേക്ക് കൊണ്ടുപോകുന്ന അവസരത്തെക്കുറിച്ച് ഒന്നും തന്നെ പ്രതികരിച്ചില്ല. എന്തിനു വേണ്ടിയാണ് ഈ ആഘോഷം എന്ന് ആവർത്തിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോഴും ഒരു കൂസലുമില്ലാതെ ഇയാൾ അകത്തു കൊടുക്കാനാണെന്ന മറുപടി മാത്രം പറഞ്ഞു. മാധ്യമങ്ങൾ ഏറെ നേരം കാത്തുനിന്നുവെങ്കിലും കേക്കുമായി അകത്തേക്ക് പോയ യുവാവിനെ പിന്നീട് പുറത്തേക്ക് കണ്ടില്ല. അയാൾ പാക് എംബസിയിലെ ഉദ്യോഗസ്ഥനാണോ അതോ പുറത്തുനിന്ന് വന്ന ആളാണോ എന്ന് വ്യക്തമായിട്ടില്ല. കേക്ക് ആരാണ് ഓർഡർ ചെയ്തത്, ആർക്ക് വേണ്ടിയാണെന്ന് പറയാൻ പോലും ഇയാൾ തയ്യാറായില്ല. അകത്തേക്ക് കയറി പോകുമ്പോഴും മാധ്യമങ്ങൾ വളയുമ്പോഴുമെല്ലാം ഇയാൾ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, എംബസി ഉദ്യോഗസ്ഥർ പഹൽഗാം ആക്രമണം ആഘോഷിക്കുകയാണ് അക്ഷരാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത്. ആരുടെയും ബർത്ത്ഡേയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷമോ ഉള്ളിൽ നടക്കുന്നില്ലല്ലോ. 2 രാജ്യങ്ങൾ തമ്മിൽ നയതന്ത്ര വിള്ളലുണ്ടായിരിക്കെ ആരുടെയെങ്കിലും ജന്മദിനമാണെങ്കിൽ പോലും, അതും ഒരാക്രമണം നടന്നിരിക്കുന്ന ഘട്ടത്തിൽ കേക്ക് കട്ട് ചെയ്ത് ആഘോഷം നടത്തില്ലല്ലോ. മനുഷ്യത്വമുള്ളവർ അങ്ങനെ ചെയ്യില്ല. പിന്നെ ജന്മദിനത്തിൽ കേക്ക് കട്ട് ചെയ്യുന്ന പോലത്തെ ആചാരങ്ങൾ പാടില്ലെന്നാണല്ലോ ഇവരുടെ ആചാരം. അപ്പോൾ കേക്ക് കട്ട് ചെയ്ത് മധുരം കഴിച്ച് ഇന്ത്യയുടെ വേദന ആഘോഷിച്ച നെറികേടാണ് ദില്ലിയിലെ പാക് എംബസിയിൽ നടന്നിരിക്കുന്നത്. ഇതൊരു തരത്തിലും പൊറുക്കാൻ കഴിയുന്നതല്ല. ജനങ്ങളെ, അതായത് ഇന്ത്യക്കാരെ വീണ്ടും പ്രകോപനത്തിലേക്ക് തള്ളിവിടുന്ന, പ്രകോപിപ്പിക്കുന്ന നീക്കമാണ് പാക് എംബസിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഹൈക്കമ്മീഷൻ ഓഫീസിന് പുറത്ത് വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി. പാകിസ്ഥാൻ മുർദാബാദ് തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ പ്രകടനക്കാർ വിളിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി മുതൽ എംബസിക്ക് കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. കൂടുതൽ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും പോലീസുകാരെ വീണ്ടും ഇവിടേക്ക് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. എംബസിക്ക് അകത്തേക്ക് കയറാൻ പ്രതിഷേധക്കാർ ശ്രമിച്ചു. എന്നാൽ പോലീസ് ഇവരെ തടയുകയായിരുന്നു. ഇന്ത്യയിലുള്ള പാക് പൗരന്മാരോട് 48 മണിക്കൂറിനുള്ളിൽ പുറത്തു പോകണമെന്ന് ഉത്തരവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ തീരുമാനം വന്നതിന് പിന്നാലെ പാക് പൗരന്മാർ എംബസിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ വിടുന്നതിലുള്ള രേഖകളുമായിട്ടാണ് ഇവർ എത്തുന്നത്. നിയമസഹായങ്ങൾ തേടുന്നതിനും മറ്റും വേണ്ടിയാണ് പാക് പൗരന്മാർ ഇവിടെ കിരച്ചെത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഒരു യുവാവ് കേക്കുമായി എത്തിയത്. എംബസിയുടെ പുറകുവശത്തെ ഗേറ്റിലൂടെയാണ് അയാൾ അകത്തേക്ക് പ്രവേശിച്ചത്. ഇത് ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയല്ലെങ്കിൽ എന്തിനാണ്? പാക് എംബസി ഉദ്യോഗസ്ഥർ നെറികേട് ആവർത്തിക്കുകയാണ്. ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുകയാണ്. ജീവൻ എന്തെങ്കിലും ആപത്തുണ്ടാകുമോ, തങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുമോ എന്നൊക്കെയുള്ള ഭയം അവരെ അലട്ടുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിലുള്ള പാക് പൗരന്മാർ പുറത്തു പോകുന്നതുവരെ അവർക്ക് സുരക്ഷിതത്വം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഇതാണ് ഇന്ത്യയുടെ സംസ്കാരം. എങ്കിലും ഡൽഹിയിൽ പ്രതിഷേധം ഇപ്പോൾ കനക്കുകയാണ്. ഒരു പാകിസ്ഥാനികളും ഇന്ത്യയിലേക്ക് വരണ്ടെന്നുള്ള മുദ്രാവാക്യം വിളികളാണ് ശക്തമായി ഉയരുന്നത്. ഞങ്ങളുടെ സഹോദരങ്ങളെ ഇല്ലാതാക്കിയവരെ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ബാരിക്കേഡുകൾ മറിച്ചിട്ട് പ്രതിഷേധക്കാർ എംബസിക്കുള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയായിരുന്നു. കേക്കുമായി ഒരു യുവാവ് എത്തിയതാണ് പ്രതിഷേധക്കാരെ ഇപ്പോൾ കൂടുതൽ ചൊടിപ്പിച്ചത്. പഹൽഗാമിൽ നടന്ന ആക്രമണത്തിൽ ഒരു ബന്ധവുമില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുകയാണ് പാകിസ്ഥാൻ. എന്നാൽ കേക്ക് മുറിച്ച് ഇന്ത്യൻ മണ്ണിലിരുന്ന് ആഘോഷിച്ചതിലൂടെ പാകിസ്ഥാന്റെ നെറികെട്ട മുഖം ഇന്ത്യയും അതുപോലെ ലോകവും കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. പാകിസ്ഥാനിലെ നല്ലവരായ ഒരുപാട് മനുഷ്യരുണ്ട്, ഇന്ത്യയെ സ്നേഹിക്കുന്നവർ. എന്നാൽ പാക് പട്ടാളത്തിന്റെയും ISIയുടെയും ഭരണകൂടത്തിന്റെയും ദുഷിച്ച മനസ്സ് ഇതിനു മുൻപ് എത്രയോ തവണ ഇന്ത്യ കണ്ടിരിക്കുന്നു, അതിനെയെല്ലാം നേരിട്ടിരിക്കുന്നു.
പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ ബന്ധത്തിന് ഇന്ത്യ ഒരു തെളിവും നൽകിയിട്ടില്ല എന്ന് പാക് വിദേശകാര്യമന്ത്രി ഇഷാഖ് ദർ പാകിസ്ഥാന്റെ ജിയോ ന്യൂസിനോട് പ്രതികരിച്ചു. ഇന്ത്യയുടെ നടപടികളിൽ ഗൌരവമില്ല എന്ന നിരുത്തരവാദിത്തപരമായ മറുപടിയാണ് ഇഷാഖ് ദർ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇതിനു മുൻപ് ഒളിയാക്രമണം നടത്തിയ പാക് ഭീകരവാദികളുടെ തെളിവ് സഹിതം നിരത്തിയിട്ടും നിഷേധിച്ച അധമക്കൂട്ടരെ നിങ്ങളാണോ പഹൽഗാമിലെ നിന്റെയൊക്കെ നെറികേടിന്റെ തെളിവ് ചോദിക്കുന്നത്? മുംബൈ ഭീകരാക്രമണത്തിൽ പിടിയിലായ അജ്മൽ കസബിനെ പോലും അറിയില്ലെന്ന് പറഞ്ഞവരാണ് ഈ നെറികെട്ട കൂട്ടം. പാക് പൗരനല്ല ഇയാളെന്ന് പോലും പറഞ്ഞു. തെളിവുകൾ നിരത്തിയാണ് ഇതെല്ലാം അന്ന് ഇന്ത്യ വിശദീകരിച്ചത്. കസബിന്റെ വീട് അഡ്രസ് പോലും ഇന്ത്യ കണ്ടെത്തിയിരുന്നു. ആ പാകിസ്ഥാനാണ് വീണ്ടും തെളിവ് ചോദിക്കുന്നത് എന്നത് ഒന്ന് ഓർക്കണം. പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇന്ത്യ വിരുദ്ധ പ്രസംഗമടക്കം ചർച്ചകളിൽ ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇന്ത്യയെ തകർക്കാനുള്ള പ്രകോപനപരമായിരുന്ന പ്രസംഗങ്ങളാണ് അയാൾ നടത്തിയിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് അതിവേഗ നടപടികളിലേക്കും ഇന്ത്യ കടക്കുന്നത്. തീവ്രവാദികളുടെ ചിത്രമടക്കം ഇന്ത്യ മണിക്കൂറുകൾക്കുള്ളിലാണ് പുറത്തുവിട്ടത്. അതിനുശേഷവും പാകിസ്ഥാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതികരണം നടത്തുകയാണ്. ഇന്ത്യൻ അതിർത്തിയിൽ മിസൈൽ പരീക്ഷണത്തിനും പാകിസ്ഥാൻ തയ്യാറെടുത്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ അതിർത്തിയിൽ ഏത് സാഹചര്യവും നേരിടാൻ ഇന്ത്യ സർവ്വസജ്ജമായി നിൽക്കുകയാണ്. മുംബൈ ഭീകരാക്രമണത്തിൽ പങ്കുള്ള തഹവൂർ റാണ ഇപ്പോൾ ഇന്ത്യൻ കസ്റ്റഡിയിലുണ്ട്. അതും പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധത്തിനുള്ള തെളിവാണ്. റാണയെ ചോദ്യം ചെയ്ത അമേരിക്കയ്ക്കും എല്ലാം കൃത്യമായി തന്നെ അറിയാം. അതായത് ഇന്ത്യയിൽ അന്ന് മുംബൈയിൽ ഭീകരാക്രമണം നടത്തിയ തഹവൂർ റാണ കൂട്ടരും ലക്ഷ്യമിട്ടതിന്റെ എല്ലാ തെളിവുകളും ഉൾപ്പെടെയാണ് പാകിസ്ഥാനെതിരെ ഇന്ത്യ സമർപ്പിച്ചതും അതെല്ലാം സത്യം തന്നെയാണെന്ന് അമേരിക്കൻ കോടതിയിൽ അമേരിക്കൻ ഭരണകൂടം പറഞ്ഞതും. ഇതിനിടെ പഹൽഗാം ആക്രമണത്തിൽ ഹമാസ് ഘടകവും ചർച്ചകളിൽ ഇപ്പോൾ എത്തുകയാണ്. ഒരു വർഷത്തിനിടെ ഹമാസിന്റെ മുതിർന്ന നേതാക്കൾ പാകിസ്ഥാനിൽ പലതവണ സന്ദർശനം നടത്തി എന്നതിന് വ്യക്തമായ തെളിവുകൾ ഇന്റലിജൻസിന് ലഭിച്ചിട്ടുണ്ട്. ഹമാസ് സംഘം അടുത്തിടെ ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം സന്ദർശിച്ചിരുന്നു. ഇതിനൊപ്പം അതിർത്തിയിലെ തന്ത്രപ്രധാന പാക് സൈനിക കേന്ദ്രങ്ങളും ഹമാസ് നേതാക്കൾ സന്ദർശിച്ചു എന്നാണ് സൂചനകൾ. ശക്തമായ തെളിവുകൾ ലഭിച്ചാലേ വിഷയം അന്താരാഷ്ട്ര തലത്തിൽ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഇന്ത്യക്ക് കഴിയുകയുള്ളൂ. ഇതിനിടെ പഹൽഗാമിലേത് ഹമാസ് ഒക്ടോബർ 7-ന് ഇസ്രയേലിൽ നടത്തിയ ആക്രമണത്തിന് സമാനമാണെന്ന് മുൻ പെന്റഗൺ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ വിശദീകരിക്കുന്നുണ്ട്. ഒരു പ്രത്യേക മതവിഭാഗത്തെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന രീതിയായിരുന്നു ഹമാസ് സ്വീകരിച്ചത്. ജൂതന്മാരെയാണ് ഹമാസ് തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത്. പഹൽഗാമിലെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമായതിൽ ഒരാൾ ഒഴികെ മറ്റെല്ലാവരും ഹിന്ദുക്കളായിരുന്നു. ഭീകരരുടെ കയ്യിൽ നിന്ന് തോക്ക് പിടിച്ചുവാങ്ങി തിരിച്ചാക്രമിക്കാൻ ശ്രമിച്ച കുതിരസവാരിക്കാരൻ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ മാത്രമാണ് കൊല്ലപ്പെട്ടവരിലെ ഏക മുസ്ലിം. മറ്റുള്ളവരുടെ എല്ലാം പേര് ചോദിച്ച് ഹിന്ദുക്കളെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൊലപ്പെടുത്തിയതാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹമാസിനെതിരെ ഇസ്രയേൽ നടത്തിയതുപോലെയുള്ള ഒരു തിരിച്ചടി പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തുകയാണ് വേണ്ടത് എന്ന് മൈക്കൽ റൂബിൻ വിശദീകരിക്കുന്നുണ്ട്. സത്യസന്ധമായി പറഞ്ഞാൽ ഇസ്രയേൽ ഹമാസിനോട് ചെയ്തതുപോലെ പാകിസ്ഥാനോടും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIയോടും ഇന്ത്യ ചെയ്യുകയാണ് വേണ്ടത് എന്നാണ് മൈക്കൽ റൂബിൻ വിശദീകരിച്ചത്.